നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ നടപടി എന്ന രീതിയിൽ ഇപ്പോൾ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള KM എബ്രഹാമും ഒക്കെയാണ്. ധനമന്ത്രിയെ വെറും കാഴ്ചക്കാരനാക്കി നിർത്തിയുള്ള KM എബ്രഹാമിന്റെയും മുഖ്യമന്ത്രിയുടെയും നടപടിക്ക് മറുപടി നൽകുക എന്ന ജോലി മാത്രമാണ് ഇന്ന് യഥാർത്ഥത്തിൽ കേരള ധനമന്ത്രി ചെയ്യുന്ന ഒരു കാര്യം. ഇതാദ്യമൊക്കെ മുഖ്യമന്ത്രിയല്ലേ, സഖാവല്ലേ, തന്റെ ആളല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് KN ബാലഗോപാൽ അംഗീകരിച്ചിരുന്നു. എന്നാൽ ധനമന്ത്രി എന്ന പേരും നൽകി വേഷം കെട്ടി നിർത്തിയാൽ എത്ര നാൾ ഒരാൾക്ക് അത് സഹിച്ചു നിൽക്കാൻ പറ്റും? ഒരു നാൾ അത് സഹിക്കാനാകാതെ അതിനെതിരെ സംസാരിച്ചെന്ന് വരും. അത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് കരുതിയില്ല. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ബാലഗോപാലിന്റെ നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാലഗോപാലിന് വെറുതെ ഇരുന്ന് മടുത്തു തുടങ്ങിയെന്ന് ചുരുക്കം. അതിന്റെ ഭാഗമായുള്ള നടപടികൾ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടുന്ന സാഹചര്യമാണ്. ധനകാര്യ വിഷയത്തിൽ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള KM എബ്രഹാമിന്റെ കടന്നുകയറ്റം അതിരൂക്ഷമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ധനവകുപ്പിന്റെ കാര്യത്തിൽ പ്രത്യേക ഉപദേശകന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് കേരള ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നയസമീപനങ്ങളെ ചൊല്ലി ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമും തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്ന് ചുരുക്കം. വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ കേസ് അടക്കം KM എബ്രഹാം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്നതാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ പരാതി. പിന്നാലെ വായ്പ എടുത്തതടക്കം തന്നിഷ്ടപ്രകാരമുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ധനവകുപ്പ് ഇപ്പോൾ നടപടി ആരംഭിക്കുകയാണ്. കേന്ദ്ര ധനമന്ത്രാലയവുമായി അനുനയ നീക്കങ്ങൾ നടത്തി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നീക്കുപോക്കുണ്ടാക്കാനുള്ള ധനവകുപ്പ് പരിശ്രമങ്ങൾ നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് തിരക്കിട്ട് കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. കാര്യം ചോദിച്ചവർക്ക് മുന്നിൽ ധനവകുപ്പ് കൈമലർത്തി. കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടിയുമില്ല എന്ന അവസ്ഥയും ഉണ്ടായി. ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തുന്ന നടപടി മന്ത്രി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് KM എബ്രഹാം ക്യാബിനറ്റ് പദവിയോടെ കരുത്തനായത്. വിശ്വസ്തനായ KM എബ്രഹാം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല എന്നതിരിക്കെ ധനവകുപ്പിന്റെ അതൃപ്തിക്ക് വ്യാപ്തിയേറുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയോടെ എല്ലാറ്റിനും കാരണം ധനവകുപ്പിന്റെ പിടിപ്പുകേടാണെന്ന ആക്ഷേപം പാർട്ടിയിലും സർക്കാരിലും ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വികസനത്തിനല്ല ക്ഷേമത്തിനാണ് മുൻഗണന എന്ന് പറഞ്ഞ് വിലയിരുത്തി കിഫ്ബിയുടെ പ്രവർത്തനത്തിന് കണിഞ്ഞാണ്ടിടാൻ ധനവകുപ്പ് ഒരുങ്ങുന്നത്. പുതിയ വായ്പ തൽക്കാലം എടുക്കേണ്ടെന്നാണ് KM എബ്രഹാം തന്നെ നേതൃത്വം നൽകുന്ന കിഫ്ബിക്ക് ധനവകുപ്പ് വാക്കാൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധനവകുപ്പ് ഒരു വഴിക്ക് എത്തുകയാണ്. കിഫ്ബിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രമീകരിച്ച പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുന്ന KM എബ്രഹാം വേറൊരു വഴിക്ക് പോകുന്നു. ഇതാണിപ്പോൾ ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകാനുള്ള പ്രധാന കാരണം. വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നയത്തിനെതിരെ രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള തുടർ നടപടി സംസ്ഥാന സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. കേസ് നടത്തിപ്പെന്ന ആശയം മുന്നോട്ട് വച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അത് നടപ്പിലാക്കിയത് ചീഫ് പ്രിൻസിപ്പൽ KM എബ്രഹാം ആണ് എന്നത് തന്നെ നേരത്തെയൊക്കെ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിൽ ധനവകുപ്പിൽ കൈകടത്തി ഇങ്ങനെ കേരളത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ധനവകുപ്പിന്റെ നേതൃത്വമുള്ളത് കൊണ്ട് തന്നെ തനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ സംസാരിക്കാനുള്ള ഒരു ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധനവകുപ്പിനെ ഉപദേശിക്കാൻ മറ്റുള്ളവരുടെ ഇടപെടലുകളൊന്നും അത്യാവശ്യമായിട്ടില്ല, താൻ തന്നെ കൃത്യമായി ചെയ്തോളാം എന്നുള്ള നിലപാടിലേക്ക് ബാലഗോപാൽ എത്തുന്നു എന്നുകൂടെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറയേണ്ടിയിരിക്കുന്നു.